പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സുപ്രധാനമായ ഒരു സുദിനമാണ്. ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര ലിപികളിൽ എഴുതപ്പെടേണ്ട ദിനവും കൂടിയാണ്. പരിശുദ്ധ ഗീവർഗീസ് ദീദിയൻ ബാവ തിരുമേനിയുടെ സ്ഥാനാരോഹണത്തിൻ്റെ നവതി ആഘോഷമുണ്ട്. അതുപോലെ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതിൻ്റെ നവതി ആഘോഷമുണ്ട്. ഈ ഇടവകയുടെ ശതാബ്ദി ആഘോഷമുണ്ട്. കാതോലിക്ക ദിനം, സഭാദിനം, ഇന്ന് ഒട്ടേറെ കാര്യങ്ങൾ ആഘോഷിക്കപ്പെടേണ്ട ഒരു സന്ദർഭമാണിത്. നമ്മുടെ പിതാക്കന്മാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നും ദാഹിച്ചിരുന്നു. കൂനംകുരിശ് സത്യത്തിൽ തന്നെ അത് വെളിപ്പെടുന്നുണ്ട്. കാരണം ഇതൊരു പൂർവിക സഭയാണ്, ഒരു അപ്പോസ്തോലൻ വന്ന് സ്ഥാപിച്ച സഭയാണ്. ഇതിൻ്റേതായ പൈതൃകമുണ്ട്, പാരമ്പര്യമുണ്ട്. ഏതെങ്കിലും മിഷണറിമാരോ വേദപണ്ഡിതന്മാരോ വന്ന് സ്ഥാപിച്ച ഒരു സഭയല്ല ഇത് എന്നുള്ളത് ഒരുപാട് ഇപ്പോൾ ലോകത്തിൽ മുഴുവനും അറിയാം. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിലെ ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ മലങ്കര സഭയുടെ സ്ഥാനം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിലെ പല സഭകളിലും ചുവട് നഷ്ടപ്പെട്ട് ഉണങ്ങിയ കമ്പും ചില്ലയുമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അതിൻ്റെ ചുവട് കോൺക്രീറ്റ് ഇട്ട് പാറമേൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അത് കേൾക്കുവാൻ കാണുവാൻ ആഗ്രഹിച്ചിരുന്ന ആയിരക്കണക്കിന് സഭയുടെ വിശ്വാസികൾ ദാഹിച്ചിരുന്നൊരു വിഷയമാണത്. പക്ഷേ ഈ ദാഹിക്കുന്നിടത്ത് തന്നെ അത് ശരിയല്ലാത്ത വിധം ചിന്തിക്കുന്നവരുമുണ്ട്. എനിക്കറിയാം, ഇന്ത്യയിലൊരു മഹാനഗരത്തിൽ ഒരു ചേരി പ്രദേശമുണ്ടായിരുന്നു. പലയിടത്തുമുണ്ട്, ബോംബെ, കൽക്കട്ട, മദ്രാസൊക്കെ ചെന്ന് നോക്കുമ്പോൾ ചേരി പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു 2-3 അടിക്കുള്ളിൽ ഒരു കൂര വെച്ച് ആ കൂരയ്ക്കൊക്കെ, കൂര എന്നില്ല, ഒരു ഫ്ലക്സ് ബോർഡോ എന്തെങ്കിലുമൊക്കെ മറച്ചു പിടിച്ച് അതിലൊരു വീട് താമസിക്കുക. അപ്പോൾ ഇന്ത്യയിലൊരു മഹാനഗരത്തിൻ്റെ ഗവൺമെൻറ് തീരുമാനിച്ച് ഇവർക്കെല്ലാം ഒരു നല്ല വീട് മാന്യമായ സ്ഥലത്ത് വളരെ ഗംഭീരമായൊരു ഭവനം പണിത് അവർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു. വീടെല്ലാം പണിതു, അവർക്ക് താക്കോല് കൊടുത്തു, അവരുടെ പേരിൽ പട്ടയം കൊടുത്തു. അവർ 2 ദിവസം താമസിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് ചേരിയിലേക്ക് തന്നെ ഓടിപ്പോന്നു. ആ ചേരിയിൽ തന്നെ അവർ താമസിച്ചാലേ അവർക്ക് ഇഷ്ടമുള്ളൂ. മാത്രമല്ല, സർക്കാർ തന്ന നല്ല വീട് അവർ വാടകയ്ക്ക് കൊടുത്തു, ചിലരത് വിറ്റു. ഇതാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നതായ ഒരു ഉപമ. ചേരിയിൽ താമസിച്ചവർക്ക് ചേരിയിൽ താമസിക്കാനേ ഇഷ്ടമുള്ളൂ. ആ നല്ലൊരു വീട് വെച്ച് താമസിക്കണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമുണ്ട്, പക്ഷേ കൊടുത്താലും അവർ താമസിക്കുകയില്ല. അവർക്ക് ആ ചേരി പ്രദേശം തന്നെയേ പറ്റുള്ളൂ. ദിസ് ഈസ് മൈ ചർച്ച്, ദിസ് ഈസ് ഇന്ത്യൻ നാഷണൽ ചർച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മനസ്സിൻ്റെ അകത്ത് നമ്മുടെ പിതാക്കന്മാരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്നൊരു വികാരം പോലും ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഇല്ലാത്തവരെന്ന് പറയുന്നത് അടിമത്വം വീണ്ടും വേണമെന്ന് വാദിക്കുന്നവരാണ്. അതിന് ചിലപ്പോൾ പല ഓമനപ്പേരുകളും വിളിക്കും.
വിശാല മനസ്ഥിതി, യേശുക്രിസ്തുവിൻ്റെ ഹൃദയവിശാലത, ശത്രുക്കളോടുള്ള സ്നേഹം, ഇങ്ങനെ ഒട്ടേറെ മുടന്തൻ ന്യായങ്ങൾ കൊണ്ടുവരും. ഞാൻ ഈ മുടന്തൻ ന്യായങ്ങൾ കൊണ്ടുവരുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, കർത്താവായ യേശുക്രിസ്തുവിനെ വേണമെങ്കിൽ മഹാപുരോഹിതന്മാരോട് ഒരു നേരിയ കോംപ്രമൈസ് ചെയ്തിരുന്നെങ്കിൽ യേശുവിനെ അന്ന് ആരും കുരിശിൽ തറച്ച് കൊല്ലുകയില്ലായിരുന്നു. 40 ദിവസം ഉപവസിച്ച് മരുഭൂമിയിൽ വിശന്ന് ദാഹിച്ച് പൊരിയുന്ന ഒരു യേശുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സാത്താൻ അവിടെ കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് വിശക്കുന്നില്ലേ? ഞാനൊരു മാർഗം പറഞ്ഞു തരാം. നിനക്ക് പണസഞ്ചിയൊന്നുമില്ലല്ലോ, നിനക്ക് ജീവിക്കാൻ മാർഗമൊന്നുമില്ലല്ലോ, അതിന് ഞാനൊരു കൗശലം പറഞ്ഞു തരാം. ഇങ്ങനെ കൗശലം പറഞ്ഞു തരാൻ പിശാച് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ കർത്താവിന് അവിടെ കോംപ്രമൈസൊന്നുമില്ല. അവിടെ നോ കോംപ്രമൈസ് വിത്ത് സൈറ്റൻ, നോ കോംപ്രമൈസ് വിത്ത് ഈവിൾ. നന്മയ്ക്കും തിന്മയ്ക്കും തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് ഒരുമിച്ച് പോകാം എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്താ കഷ്ടം എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇതെൻ്റെ സഭയാണ് എന്ന് മഹാരഥന്മാരായ ചിലരെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ച ഒരു പിതാവാണ് പരിശുദ്ധ ഗീവർഗീസ് ദിയൻ ബാവ തിരുമേനി. അത് ഏറ്റുപറയിപ്പിച്ചത് ഇന്നത്തെ അർത്ഥത്തിലല്ല. അത് എടാ, സഭ ആരുടേതാടാ എന്ന് ചോദിക്കുന്നു മഹാരഥനും വളരെ വലിയ ശ്രേഷ്ഠനുമായ സഭയിലൊരു വ്യക്തിയോട്. പരിശുദ്ധ ഗീവർഗീസ് ദിയൻ ബാവ തിരുമേനിയുടെ മുമ്പിൽ അങ്ങനെ ലൂസ് ആയിട്ട് വർത്തമാനം പറയാനൊന്നും ആർക്കും ധൈര്യവുമില്ല. അടുത്ത് ചെല്ലുമ്പോൾ തന്നെ തോർത്ത് അല്ലെങ്കിൽ രണ്ടാമുണ്ട് അരയിൽ കെട്ടി വിറച്ചായിരിക്കും ഏത് മഹാരഥനും ആ തിരുമേനിയുടെ അടുത്ത് പോകുന്നത്. സഭ ആരുടേതാണെന്ന് ചോദിച്ചപ്പോൾ തിരുമേനിയെ തൃപ്തിപ്പെടുത്താനായിട്ട് പറഞ്ഞു, സഭ തിരുമേനിയുടേതാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ഒരു നീരസ ശബ്ദം പുറപ്പെടുവിച്ച് വീണ്ടും ചോദിക്കുകയാണ്, എടാ സഭ ആരുടേതാണ്? സഭ തിരുമേനിമാരുടെയും അച്ഛന്മാരുടെയാണ് എന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, സഭ ആരുടേതാണെന്നോ? പിന്നെ മറുപടി പറയാൻ ധൈര്യമില്ല. ആളുടെ ഉള്ളിലെ ശ്വാസം നിന്ന പോലെയായി. പറയടാ, സഭ എൻ്റെ സഭയാണെന്ന് പറയടാ. തിരുമേൻ്റെ സഭയല്ല, അച്ഛൻ്റെ സഭയല്ല, കാതോലിക്കായുടെ സഭയല്ല, എൻ്റെ സഭ എന്ന് പറയടാ. 3 പ്രാവശ്യം പറയടാ. ഞാൻ പറഞ്ഞത്, ഈ സഭയെ നമുക്കൊരു ബിലോങ്ങിങ് ഉണ്ടോ? ദിസ് ഈസ് മൈ ചർച്ച്. വേറൊരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇത് നീണ്ട പ്രസംഗമൊന്നും പറയാനല്ല, നമ്മുടെ ദിയോസ്കോറോസ് തിരുമേനിയൊക്കെ വരണ്ടേ. നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് ഒരു വലിയ ഒരു വ്യവസായി ജപ്പാനിൽ പോയ മനുഷ്യൻ പറഞ്ഞതാ. അവിടെ ചെന്ന് ജപ്പാനിൽ ഒരു തീവണ്ടി യാത്ര ചെയ്തു. നമ്മുടെ മലയാളി വ്യവസായിയും അവിടെയുള്ള ഒരു വ്യവസായിയും കൂടി. അപ്പോൾ ട്രെയിനിൽ കയറിയപ്പോൾ ആ ട്രെയിനിൻ്റെ ഇരിപ്പിടം ഒരു സോഫ പോലെ ഇതുപോലെയുള്ള റക്സിനൊക്കെ ഇട്ട് ഇരിക്കാൻ നല്ല സുഖമുള്ള സീറ്റുള്ള ട്രെയിനാണ്. ആ ട്രെയിനിൻ്റെ അതിൻ്റെ ആ സോഫയുടെ മുകളിൽ അതിൻ്റെ കവറിലെ ഒരു ചെറിയൊരു ദ്വാരമുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ വേഗം തന്നെ അയാളുടെ ഒരു ഹാൻഡ് ബാഗുണ്ട്, അതിൽ നിന്ന് ഒരു സൂചി എടുത്ത് അതിൽ നൂലല്ല, അവിടെ അത് തുന്നാൻ പറ്റുന്ന ഒരു നൂല് കോർത്ത് ചരട് കോർത്ത് ഈ മനുഷ്യൻ അതിരുന്ന് തുന്നുകയാണ് അവിടെ ഇരുന്നിട്ട്. അപ്പം നമ്മുടെ മലയാളി ചോദിച്ചു, വാട്ട് ആർ യു ഡൂയിങ്? ദിസ് ഈസ് എ ഗവൺമെൻറ് പ്രോപ്പർട്ടി.
why do you worry about to stitch this seat cover? അപ്പം മനുഷ്യൻ പറഞ്ഞൊരു മറുപടിയുണ്ട്. നമ്മളാണെങ്കിൽ ആ കൈയൊന്ന് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് വലിച്ച് 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും ആ ഒരു ചെറിയ കീറിലെ ഒരടിയെങ്കിലും വീതം ആകും. നമുക്കങ്ങനെ തോന്നുള്ളൂ, അതല്ലാതെ അത് തുന്നാൻ തോന്നില്ല. അപ്പം അങ്ങേര് പറഞ്ഞൊരു മറുപടി, ദിസ് ട്രെയിൻ ഈസ് മൈ പ്രോപ്പർട്ടി, ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി, സോ ഐ ആം റെസ്പോൺസിബിൾ ടു സ്റ്റിച്ച് ഇൻ ടൈം, അതർവൈസ് ഐ ആം ലൂസിങ് മൈ മണി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നുമോ? നിങ്ങളൊരു ട്രെയിനിൽ കയറി പോകുമ്പോൾ അവിടെ എന്തെങ്കിലും പിന്നെ കർട്ടനോ എന്തെങ്കിലും ഒന്ന് കീറിയിട്ടുണ്ടെങ്കിൽ അത് വലിച്ച് കീറി പിന്നെയും അതങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് സന്തോഷിക്കുന്ന ഒരു മൈൻഡ് സെറ്റപ്പാണ് നമുക്ക്. ജപ്പാൻകാരൻ പറഞ്ഞത്, ദിസ് ഈസ് മൈ പ്രോപ്പർട്ടി, സോ ഐ ആം സ്റ്റിക്ക്. വലിയ വ്യവസായിയാണ് അത്, 4/4 ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ജപ്പാനിലെ എന്ത് ബോംബായിട്ട്, ആറ്റം ബോംബ് 2ാം ലോക യുദ്ധത്തിലെ ആറ്റം ബോംബിട്ട് ആ രാജ്യത്തെ മുഴുവനും നശിപ്പിച്ചു കഴിഞ്ഞ് എത്ര വേഗത്തിലാണ് ലോക മാർക്കറ്റിൽ ആ രാജ്യം വ്യാവസായികമായി വളർന്നത്. ഇന്ന് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന മിക്കവാറും കാറുകൾ ഈ ടയോട്ടയും പോയോട്ടയും മിത്സുബിഷിയും ഇതൊക്കെ അവരുടെയാണ്. നമുക്ക് ആകെ ഒരു മാരുതി കുട്ടനെ മാത്രമേ ഇവിടെ നിർമ്മിച്ചു വിടാൻ പറ്റിയിട്ടുള്ളൂ. ഈ ബിലോങ്ങിങ് ഉണ്ടോ? ദിസ് ഈസ് മൈ കൺട്രി, ദിസ് ഈസ് മൈ ചർച്ച്, ഇറ്റ് ഈസ് ബിലോങ്സ് ടു മീ എന്ന് ഒരു വികാരം നമുക്കില്ല. നമുക്കെപ്പോഴും നശീകരണ വിചാരം മാത്രമേ ഉള്ളൂ, അടിമത്വ വികാരമേ ഉള്ളൂ. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കും, ഇപ്പം നമ്മുടെ വീട്ടിൽ കറണ്ട് പോയി എന്ന് വിചാരിക്കുക. കറണ്ട് പോയാൽ നമ്മളെന്താ ചെയ്യുക? വീണ്ടും കറണ്ട് വരണം. പക്ഷെ സാധാരണ നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ഇങ്ങനെയാണ്, മുറ്റത്തിറങ്ങി റോഡിലേക്ക് ഇറങ്ങി അങ്ങേ വീട്ടിൽ കറണ്ട് ഉണ്ടോ? ഇല്ല, എന്നാൽ കുഴപ്പമില്ല. എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ അത് ഫ്യൂസ് കെട്ടുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വിളിച്ച് പറയുകയല്ല നമ്മൾ ചെയ്യുന്നത് അങ്ങേ വീട്ടിൽ കറണ്ട് ഇല്ല എങ്കിൽ നമുക്ക് തൃപ്തിയായി. നമ്മുടെ മൈൻഡ് സെറ്റപ്പ് അതാണ്. നമ്മൾ എന്നും ഹർത്താലിനെ നമ്മൾ വിമർശിക്കാറുണ്ട്. ദൈവമേ, ഒരു ഹർത്താൽ ഇങ്ങോട്ട് വന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്നവരാണ് നമ്മുടെ തൊഴിൽ സംസ്കാരം. ഞാൻ നിങ്ങളങ്ങനെയാണെന്ന് പറഞ്ഞില്ല കേട്ടോ, എന്നെ വെറുതെ ഫേസ്ബുക്കിൽ അതും ഇതും വിളിച്ച് പറയിപ്പിക്കരുത്. ഹർത്താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആഘോഷിക്കാനുള്ളൊരു ദിവസമെന്നാണ്. എങ്ങും പുറപ്പെടണ്ട, വീട്ടിലിരുന്ന് ഭക്ഷിക്കാനും പാനം ചെയ്യാനുമുള്ള സാധന സാമഗ്രികളെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്ന് കാലി നീട്ടിയിരുന്ന് അന്ന് വയ്യോളം ആഘോഷിക്കുകയാണ്. ഹർത്താലിൻ്റെ ഹർന്ന് കേട്ടാൽ മതി, എന്തൊരു സന്തോഷമാണ്. കുട്ടികൾക്ക് സന്തോഷം, ഉദ്യോഗമുള്ളവർക്ക് സന്തോഷം. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ദിവസം കൂടി നമുക്ക് ലീവ് എടുത്താൽ ഒരാഴ്ചയും കിട്ടും. ഞാനിന്ന് ജോലി ചെയ്തില്ലെങ്കിൽ എൻ്റെ രാജ്യത്ത് ഒരു വലിയ നഷ്ടം വരുന്നുണ്ടെന്ന് ചിന്തിക്കുന്നൊരു മൈൻഡ് സെറ്റപ്പ് നമുക്കുണ്ടോ? നെവർ. ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. ഗൾഫിൽ പോയിട്ടൊന്നൊരു ജോലി ചെയ്ത് മടങ്ങി വന്നവരും വല്ലവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, എത്ര വലിയ എൻജിനീയറായാലും ഏത് ഓഫീസറായാലും അവൻ്റെ മുമ്പിൽ അന്ന് വന്ന ഫയലെല്ലാം തീർക്കാതെ രാത്രി 16 മണിയായാലും ആ കസേരയിൽ നിന്ന് ആ കക്ഷി എഴുന്നേൽക്കുകയില്ല. കാരണം അതെല്ലാം ചെയ്ത് തീർത്തേ വരത്തുള്ളൂ. ചിലപ്പോൾ ചെയ്ത് തീർത്തിട്ട് ശരിയായില്ലെന്ന് കണ്ടാൽ നീ നാളെ വേണ്ടാന്ന് അവനെ പറയും. അതും കൂടെ പേടിച്ചിട്ടായിരിക്കാം. നമ്മുടെ ഇവിടെ എന്താ, ഒന്നും ചെയ്യില്ല. 8 മണിക്കൂർ ചെയ്യേണ്ടത് 2 മണിക്കൂർ പോലും ജോലി ചെയ്തിരുന്നെങ്കിൽ ഈ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി എത്ര. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാലേ, രാജ്യത്തോട് നമുക്ക് സ്നേഹമുണ്ടോ? സഭയോട് സ്നേഹമുണ്ടോ? എൻ്റെ സഭ എന്നുള്ള വിചാരമുണ്ടോ? എൻ്റെ രാജ്യം എന്നൊരു വിചാരമുണ്ടോ? എന്നോട് എനിക്ക് സ്നേഹമുണ്ടോ? ദർ ആർ സോ മെനി ക്വസ്റ്റ്യൻസ്. ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്താ? ഇന്നൊരു കുഞ്ഞു പപ്പി മരിച്ചു പോയതിനെക്കുറിച്ച് പത്രത്തിൽ കണ്ടില്ലേ?
അവൻ്റെ അനിയൻ പറയുന്നത്, എൻ്റെ പപ്പി തിരിച്ചു വരില്ലേ? എത്ര ക്രൂരതയാണെന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥാവിശേഷം. ആരാണ് ഈ ക്രൂരത പഠിപ്പിച്ചത്? പഠിപ്പിക്കേണ്ടവർ പഠിപ്പിച്ചില്ല. അതിൽ ഞാനും നിങ്ങളും ഭരണകൂടവും മുതിർന്ന തലമുറയും എല്ലാം പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രതികളുടെ സ്ഥാനത്താണെന്ന് ഞാൻ പറയും. ഭരണകൂടമാണെങ്കിലും അങ്ങനെ തന്നെ. കാരണം എൻ്റെ രാജ്യം, എൻ്റെ വീട്, എൻ്റെ സഭ, ഇങ്ങനൊരു സങ്കല്പം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ചേരിപ്രദേശത്ത് കിടക്കുന്നവൻ ചേരിപ്രദേശത്ത് കിടക്കാനേ ആഗ്രഹിക്കുള്ളൂ. കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ചേരി ഉള്ളിടത്ത് പോയി ചേക്കേറി വേറൊരു വീട് സർക്കാരിൽ നിന്ന് വാങ്ങിച്ച് ഈ ചേരിപ്രദേശത്ത് കിടക്കുന്നവൻ്റെ വീട് തപ്പിയാൽ 5-6 ലക്ഷം രൂപയുടെ കറൻസി കാണും ചിലടത്ത്. അതിങ്ങനെ ഈ വളരെ എറണാകുളത്ത് എനിക്കറിയാം, ഒരു മനുഷ്യനെ അസുഖമായി, ആര് പറഞ്ഞാലും കേൾക്കില്ല. അന്ന് ഞാൻ എറണാകുളത്ത് പള്ളിയിൽ പൊളച്ചനാണ്. കുന്നംകുളംകാരനും ഈ കക്ഷി ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. വലിയ ബിസിനസ്സൊന്നുമല്ല, ഒരു ചെറിയതാണ്, അത്ര വലുതൊന്നുമല്ല. ആശുപത്രി പോവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടികളൊക്കെ എന്നോട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞാൽ പോവും കേട്ടോ. അച്ഛനോട് വളരെ വിധേയത്വമുണ്ട്. അച്ഛനോട് വലിയ ഇഷ്ടമാണ്, നാട്ടുകാരൻ അച്ഛനല്ലേ എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ചെന്നു, എന്താ ഒട്ടുപേട്ട ഇങ്ങനെ കിടന്ന് വാശി പിടിക്കുന്നത്, നമുക്ക് ആശുപത്രി പോകണ്ടേ? അപ്പോൾ സിറ്റി ആശുപത്രി വളരെ അടുത്താണ്, ആ MG റോഡിൽ. അപ്പം എന്നോട് രഹസ്യമായിട്ട് പറഞ്ഞ എന്താണെന്നറിയാവോ? തിരുമേനി, അല്ല അച്ഛാ, എനിക്ക് ആശുപത്രി പോകണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, ഞാൻ ഒരു തലയണ കണ്ടോ എൻ്റേത് പൂത്തിരിക്കുന്നത്, അതിൽ 90,000 രൂപ ക്യാഷ് ഇരിപ്പുണ്ട്. അത് ഞാൻ എവിടെ എടുത്തു വയ്ക്കുന്നു? ഭാര്യയ്ക്കറിയില്ല, മക്കൾക്കറിയില്ല, ആർക്കും അറിയില്ല. ഈ കിടക്കുന്ന തലയണയുടെ ഉള്ളിലെ അതിൻ്റെ കവറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് ആ മനുഷ്യൻ അതിൻ്റെ മേലാണ് കിടന്നുറങ്ങുന്നത്. ആളിപ്പം മരിച്ചു. അവരുടെ കുറേ ആൾക്കാരൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. എന്നിട്ട് എന്നോട് രഹസ്യം പറഞ്ഞു, ഇവൾക്കിതറിയില്ല. ഞാൻ ആശുപത്രി പോയാൽ ഇവർ ഈ തലയണയൊക്കെ എടുത്ത് കൊട്ടിക്കുടഞ്ഞ് പോകുമ്പോൾ അവസാനം ഇത് ഇപ്പോഴല്ല, 35 വർഷം മുമ്പത്തെ കാര്യം ഞാനീ പറയുന്നത്. കഥയല്ല പറഞ്ഞത്, സംഭവമാണ് പറഞ്ഞത്. അന്ന് എന്നെ സഹായിച്ചത് ഡോക്ടർ ഡേവിഡ് എന്ന് പറഞ്ഞ് മരിച്ചുപോയി ഒരു നിരീശ്വരവാദിയാണ്, എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞാൻ ഡേവിഡിനോട്, ഇതിനെ ഇങ്ങനെ ഇട്ടാൽ എന്തോ, അച്ഛാ ഒരു കാര്യം ചെയ്യുക, അച്ഛൻ പോയി എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോവാം, ബാക്കി കാര്യം നമുക്കിവിടെ ശരിയാക്കാം. അപ്പം അങ്ങനെ പറഞ്ഞത് രഹസ്യമായിട്ട് എന്നെ വിളിച്ചിട്ട് ചെവിയിൽ പറയുകയാണ്, അതെ ഈ കാര്യമൊക്കെ ശരിയാണ്, ഇത്രയും രൂപ ഈ തലയണയുടെ ഉള്ളിലിരിപ്പുണ്ട്. കിടക്കുന്നത് ഒരു പത്തായപ്പെട്ടിയിലാണ്. പത്തായപ്പെട്ടിയുടെ മീതെ, പത്തായപ്പെട്ടിക്ക് അകത്തല്ല, പത്തായപ്പെട്ടിയുടെ പുറത്ത് ഒരു പുല്ലുവായി വിരിച്ച് അതിൻ്റെ മുകളിൽ ചുരുണ്ട് കിടന്നാണ് ഉറങ്ങുന്നത്. മെഴുകുതിരി കച്ചവടമാണ് ഈ കക്ഷിക്ക്. ഇപ്പോഴും അതിൻ്റെ ബാക്കി ആൾക്കാരവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് അന്തസ്സുള്ളൊരു വീട് വയ്ക്കാൻ പണമില്ലാഞ്ഞിട്ടല്ല, നന്നായി പിന്നെ ജീവിക്കാനുള്ള സൗകര്യമില്ലാഞ്ഞിട്ടല്ല. നമുക്ക് പലപ്പോഴും ഈ എൻ്റെ വീട്, എൻ്റെ രാജ്യം, എൻ്റെ സഭ എന്നുള്ളൊരു ബിലോങ്ങിങ് അല്ല നമുക്കുള്ളത്. നമ്മൾ ഈ കുറഞ്ഞ അവസരത്തിൽ എന്തെനിക്ക് കിട്ടും, എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്നല്ല നമ്മുടെ വിചാരം. അപ്പോൾ അതുകൊണ്ട് ഈ സഭാദിനത്തെക്കുറിച്ച് പറയുമ്പോഴിത് ഞാൻ ഇത്രയൊക്കെ പരത്തി പറഞ്ഞത്, സഭയെ സ്വന്തം അമ്മ എന്ന നിലയിൽ കാണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെ ദാഹിച്ച് മോഹിച്ച് ഒരുപാട് പ്രായമുള്ള മനുഷ്യരെ ഈ സഭയ്ക്കകത്ത് ഇപ്പോഴുമുണ്ട്, ഉണ്ടായിരുന്നു. അവർ ശബ്ദമില്ലാത്തവരാണ്. അവർ ശബ്ദമില്ലാത്തവരായതുകൊണ്ട് അങ്ങനെ
അവരുടെ ശബ്ദം ആരും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാതോലിക്ക ദിനമെന്ന് പറയുന്നത് നമുക്ക് ആഗസ്റ്റ് 15-ന് ഒരു നമ്മളെ വണ്ടിയിലായാലും കയ്യിലായാലും ഒരു ചെറിയൊരു പതാകയുടെ കൊടിയൊക്കെ പിടിച്ച് നടക്കും നമ്മൾ. അത് വലിയ അവയർനെസ്സാണ്, നമുക്ക് ഭയങ്കര അവയർനെസ്സാണ്. അവയർനെസ് എന്താ, ഒരു ദിവസം ഒരു അവധി കിട്ടും, അതാഘോഷിക്കാം, സ്കൂളിൽ പോകണ്ട. പിന്നെ ആ കൊടിയൊന്ന് കയറ്റണം. ആ കൊടി കയറ്റുന്നത് പ്രിൻസിപ്പളോ അല്ലെങ്കിൽ വേറെ അവിടുത്തെ പ്രധാന അധ്യാപകൻ ഒന്ന് കയറ്റിക്കോളും. നമ്മളിവിടെ വീട്ടിൽ ആഘോഷമായിരിക്കും. ആഗസ്റ്റ് 15-ന് ഇന്ത്യ രാജ്യത്ത് അത് സ്വതന്ത്രമായി എന്നുള്ള വികാരം അല്ല. ഈ പല വീര ജവാന്മാരെ, ഞാൻ ഈ ഒരു സൈനിക വീരമൃത്യു മാവേലിക്കരയുള്ള ഒരു ജവാൻ 38 വയസ്സേ കാണുള്ളൂ, ഒരു പൊടിക്കുഞ്ഞ് ഉള്ള അങ്ങനെ പെട്ടെന്ന് ഈ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച് അതിന് ഞാൻ പോയിരുന്നു. അങ്ങയുടെ സഹോദരനും ആർമി തന്നെയാണ്, ഈ പറഞ്ഞ വേറെ റെജിമെൻറ്റില്ല. അങ്ങനെ അപ്പം പറഞ്ഞെന്താ അറിയാവോ, ഇനി എൻ്റെ പിള്ളേരെ ഞാൻ അങ്ങോട്ടാണ് വിടുന്നത്. ഈ രാജ്യത്തിന് വേണ്ടി എൻ്റെ മകൻ മരിച്ചു എന്നുള്ളതിൽ എനിക്ക് സങ്കടമല്ല, അവരുടെ ഒരു വെടിയുണ്ടായി ഞാൻ മൂലെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. നിങ്ങളെന്തോ ചെയ്യും? നിങ്ങൾ ആ കളി വേണ്ട. നിങ്ങൾക്കൊരു സന്താനം കാണും, ആ സന്താനത്തെ എൻജിനീയറിംഗൊക്കെ പഠിപ്പിച്ച് അവൻ ആർമി പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അപ്പം എനിക്ക് പറയാവുന്നത്, ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഹ്യൂമൻ മൈൻഡ് ഓർ അവർ മൈൻഡ് അത് വളരെയധികം വ്യത്യാസപ്പെടണം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർക്കും തർക്കത്തിനിടയില്ലാത്ത വിധത്തിൽ ഇതൊരു നാഷണൽ ചർച്ച എന്നുള്ളൊരു ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞു. അതനുസരിച്ചോ അനുസരിച്ചില്ലേ എന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യനാണ്. അതെങ്ങനെ നശിപ്പിക്കാം എന്നുള്ള വിചാരമുള്ള ഒട്ടനവധി ആളുകൾ, ഒരു ആർഗ്യുമെൻറ്റും പറയാനില്ല ആർക്കും. ഞങ്ങൾ സ്വതന്ത്ര സഭയല്ല, ഞങ്ങൾ അടിമത്തമുള്ള സഭയാണ്, അത് മതി ഞങ്ങൾക്ക് എന്ന് പറയുന്നത് ചേരിപ്രദേശത്ത് താമസിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ മനോഭാവമാണത്. ആത്മാഭിമാനമുള്ളവൻ ഒരിക്കലും അധിനിവേശത്തെ ആഗ്രഹിക്കുകയില്ല എന്നാണ് എൻ്റെ വിചാരം. ഞാനിവിടെ വന്നത്, പിന്നെ പാമ്പാടി തിരുമേനിന്ന് കേൾക്കുമ്പോൾ ഒരു വികാരമുണ്ട്. അദ്ദേഹം പരിശുദ്ധനാണ്. നിങ്ങൾ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചില്ലേ എന്നുള്ളതല്ല, ഈ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടാത്ത ഒട്ടു വളരെ പരിശുദ്ധന്മാർ ഇതിനകത്തുണ്ടെന്നാണ് എൻ്റെ വിചാരം. പ്രത്യേകിച്ച് പാമ്പാടി തിരുമേനി പരിശുദ്ധനാണ് എന്ന് തെളിവുകൾ ദിവസം പ്രതി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇനി അതാരും പറഞ്ഞ് പഠിപ്പിക്കുകയോ ഒന്നും വേണ്ട. തെളിവുകൾ, പരുമല തിരുമേനി പരിശുദ്ധനാണെന്ന് തെളിവുകൾ. ഒരു ഹൈന്ദവ ചെറുപ്പക്കാരൻ 2 ദിവസം മുമ്പ് ദേവലോകത്ത് വന്നു. ആ മനുഷ്യനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തുള്ളതാണ്, ഒരു 35-40 വയസ്സേ ഉള്ളൂ. അവിടെ വന്ന്, അപ്പോൾ യൂലിയോസ് തിരുമേനി എന്നോട് പറഞ്ഞു, ഗുജറാത്തിൽ നിന്നുള്ള ഒരാളാണ്, തിരുമേനിയെ അങ്ങർക്ക് കാണണം, പരുമല തിരുമേനിയെ പോയി വന്ദിക്കണം. അതും പറഞ്ഞ് പരുമല തിരുമേനിൻ്റെ അവിടെ പോയി പ്രാർത്ഥിച്ച് വന്ദിച്ചു. എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ വിചാരിച്ച് ഗുജറാത്തിയൊക്കെ അല്ലേ, അതൊക്കെ ആയിരിക്കുമെന്ന് കണ്ടാലേ. ഒന്നുമല്ല, അതൊരു മലയാളി പോലെ ഇരിക്കും, സുമുഖൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളരെ തലപ്പത്തുള്ള ഒരാളാണ്. അപ്പം പുള്ളി വന്ന് പരുമല തിരുമേനിയെ പ്രാർത്ഥിക്കുകയും പരുമല തിരുമേനിയെ നേർച്ച കൊടുക്കുകയും ചെയ്ത അയാൾക്കൊരു ചികിത്സിച്ച് ആരും മാറാത്ത ഒരു നടുവേദന ഉണ്ടായിരുന്നു. അത് ഇദ്ദേഹം വിശ്വസിക്കുന്നത്, ഈ തിരുമേനിക്ക് നേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഈ വേദന പിന്നെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഗുജറാത്തിൽ നിന്ന് വരികയാണെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നിയത്, അത്ഭുതമല്ല, അത് ശരിയാണ്. എന്നിട്ട് എൻ്റെ കാല് തൊട്ട് വന്നിച്ചു, പോയി ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ സഭ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ നോഹയുടെ പെട്ടകത്തിൽ കയറാൻ താല്പര്യമുള്ളവർ കയറിക്കോ, താല്പര്യമില്ലാത്തവരെ ഇറങ്ങി നിന്നോ. ആരും ആരെയും
അടിച്ചു കയറ്റുന്നൊന്നുമില്ല. നോഹ പണിത പെട്ടകത്തിലെ എല്ലാവരെയും അടിച്ചു കയറ്റാനൊന്നും തമ്പുരാൻ പറഞ്ഞില്ല. ആ പെട്ടകത്തിൽ കയറാൻ അർഹതയുള്ള ഒരു കയറും. ആ പെട്ടകത്തിൽ ഈ കയറണ്ടെന്ന് വിചാരിക്കുന്നവൻ കയറണ്ട. ഇറ്റ് ഈസ് നോട്ട് അവർ ബിസിനസ്. വൈ ഡോണ്ട് യു സ്റ്റെപ്പ് ഇൻ നോഹാസ് പെട്ടകം? ഇതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ധാരാളമായിട്ട്.